ഇപ്പൊ നമ്മളോട് ഇസ്തിഗാസ ചെയ്യാ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നാ ചോദിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് കേട്ടോളൂ മറുപടി. ഞങ്ങളോട് ഇസ്തിഗാസ ചെയ്താൽ ഉത്തരം കിട്ടും. നിങ്ങൾ വിശദീകരിക്കുകയോ പ്രസംഗിക്കുകയോ ഒന്നും വേണ്ട. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. പിന്നെ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ ഇപ്പൊ കഴിയണില്ലല്ലോ, അത് വ്യവസ്ഥ എഴുതുമ്പോ നോക്കണം. ഇവിടുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങളെ ചോദ്യത്തിന് മറുപടി അങ്ങ് പറഞ്ഞിരിക്കണം. മറുപടിയാ കിട്ടേണ്ടത് കേട്ടോ, മറുപടിയാണ് കിട്ടേണ്ടത്, മറുപടിയല്ല. അതുകൊണ്ട് മറുപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം, ഒരു മുസ്ലിം, ആ മുസ്ലിം അള്ളാന്റെ റസൂലിനോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റുകയില്ലേ? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിന് ഉത്തരം പറയാൻ എസ് ഓർ നോ പഠിച്ചിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷിനെ കുറ്റം പറയാനേ പഠിച്ചിട്ടുള്ളൂ. എന്നാ ഒന്നുകൂടി പറഞ്ഞുതരാ, ഉണ്ടോ ഇല്ലേ, പറ്റോ ഇല്ലേ, ഇത് പറയാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ഒരു മുസ്ലിമിന് നബിയോട് പറയാൻ പറ്റുമോ? ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇതിന് ഒരു സെക്കൻഡേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ 2 സെക്കൻഡ്. അത് നിങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞോളൂ. നിങ്ങളെ വാഴ്ന്നു കേൾക്കാനൊന്നും വാഴ്ബുദ് റബ്ബൊക്കെ നല്ല വാഴ്താ, അതിന് ഞങ്ങൾ വേറെ സ്റ്റേജ് കെട്ടിത്തരും. അതിന് ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ യോഗ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിത്തരാം. പക്ഷേ അതും ഞങ്ങൾ നോക്കണം. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ചോദ്യം ഞങ്ങൾ ആവർത്തിക്കുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വേണം. പിന്നെ റബീഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ലേ, എന്താണ് ഈ പറയുന്നത്? സ്വഹാബി ചോദിച്ചോ, റബീഅ തങ്ങളല്ലേ ഏറ്റവും വലിയ സ്വഹാബി? ഈ സ്വഹാബിയല്ലേ ചോദിക്കുന്നത് സ്വർഗത്തിൽ ഉന്നത പദവി വേണം? നിങ്ങൾ ഓതുന്ന ആയത്ത് ഇയ്യാക്കനഅബ്ദു കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു റാസി എടുത്ത് എഴുന്നേറ്റു, പക്ഷെ മൂപ്പരങ്ങട്ടന്നെ പോയി. ഞാൻ പറയുന്നു, നടക്കൂല മൗലവി ഇതൊക്കെ. ഇത് സുന്നത്ത് ജമാഅത്താണ്. നിങ്ങൾ മണ്ഡലം പ്രഭാഷകനും മണ്ഡലം സമ്മേളനത്തിന്റെ പ്രഭാഷകനൊക്കെയാണല്ലോ, മറുപടി പറയും. മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് ഖുർആൻ അല്ലാഹ് പറഞ്ഞതുപോലെയാ. നിങ്ങൾക്കിത് തിരിയൂല, നിങ്ങൾ തിരിഞ്ഞാലും അംഗീകരിക്കൂല. ഞാനിവിടെ വിശദീകരിക്കുന്നത് ഇവിടത്തെ ജനങ്ങള്, തോട്ടുമുഖത്തെ ജനങ്ങളെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടാണ്. ഞാൻ എന്താണ് തോട്ടുമുഖത്ത് പ്രസംഗിച്ചത്, അതിന്റെ വിശദീകരണം എന്താണ്? യെസ് ഓർ നോ മറുപടി പറയാനല്ല ഞാനിവിടെ വന്നത്. ഞാൻ എന്റെ പ്രസംഗം വിശദീകരിക്കാൻ വന്നതാ. നിങ്ങളൊരു ചോദ്യം, റെഡിമെയ്ഡ് ചോദ്യങ്ങൾ പഠിച്ചു വെച്ച് ഇങ്ങ് വന്നതാണ്. പക്ഷേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ മറുപടി പറഞ്ഞാൽ പറ്റൂല. നിങ്ങളുടെ ഈ വലാലത്ത്, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ വലാലത്ത് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളിലെങ്കിലും ഒന്ന് തുറന്നു കാണിക്കണം. അതിനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ചുക്കുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കലല്ലാതെ നിങ്ങൾ വാദിക്കുന്ന വാദത്തിന് ഒരു തെളിവുദ്ധരിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാമെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ വിശദീകരിച്ചതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിനോട് ഹിദായത്ത് ചോദിച്ചതായി പറയാൻ പറ്റുമോ? റസൂലുള്ളാഹിനോട് നരകത്തിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടി പറഞ്ഞതായി പറ്റുമോ നിങ്ങൾക്ക്? അതേപോലെ തന്നെ റസൂലുള്ളാഹിനോട് റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞതായി ലോകത്ത് ആരെങ്കിലും വിശദീകരിച്ചതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ എന്നതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇതുവരെയും നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല സഹോദരന്മാരെ. അതുകൊണ്ട് എനിക്ക് വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാമെന്നതിന് ഒരു തെളിവായിട്ട് അള്ളാഹുവിന്റെ